കോൺഗ്രസിനുള്ളിലും പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണം ഉയർന്നിരുന്നു. ആരോപണം ഉന്നയിച്ച സിമി റോസ്ബെൽ ജോണിനെ KPCC പ്രസിഡന്റായ കെ സുധാകരൻ MPയുടെ നിർദ്ദേശപ്രകാരം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. മുൻ AICC അംഗവും PSC അംഗവുമായിരുന്ന സിമി റോസ്ബെൽ ജോൺ അവസരങ്ങൾക്കായി കോൺഗ്രസിൽ ചൂഷണങ്ങൾക്ക് നിന്നുകൊടുക്കണമെന്നായിരുന്നു പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയായിരുന്നു AICC അംഗം സിമി റോസ്ബെൽ ജോണിന്റെ ആരോപണം. VD സതീശൻ പാർട്ടിയിലെ തന്റെ അവസരങ്ങൾ നിഷേധിക്കുന്നുവെന്ന് സിമി ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ തനിക്ക് ഇടം നേടാനായില്ല, കോൺഗ്രസിൽ VD സതീശന്റെ നേതൃത്വത്തിൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സിമി ആരോപിച്ചിരുന്നു. സ്ത്രീത്വത്തെ അധിക്ഷേപിച്ച സിമി റോസ്ബെൽ ജോണിനെ പുറത്താക്കണമെന്ന് AICC KPCC നേതൃത്വത്തിന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പരാതി നൽകിയതിനെ തുടർന്നാണ് സിമിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനുശേഷം കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ആരോപണമുന്നയിച്ച സിമി റോസ്ബെൽ ജോണിനെ പിന്തുണച്ചുകൊണ്ട് BJP നേതാവായ പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരുന്നു. ഇത് സിമിയുടെ മാത്രം അഭിപ്രായമല്ല, കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം വനിതാ പ്രവർത്തകരുടെയും അഭിപ്രായമാണ്. സിമി അത് തുറന്നു പറയാൻ ആർജവം കാട്ടി എന്നു മാത്രം. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന നെറുകേടുകൾ ചൂണ്ടിക്കാട്ടി എന്നതിന്റെ പേരിൽ സിമിയെ സൈബർ അറ്റാക്ക് ചെയ്യാനും വ്യക്തിഹത്യ ചെയ്യാനുമൊക്കെ കോൺഗ്രസ് അണികൾ നടത്തുന്ന നീക്കം തികച്ചും അപലപനീയമാണെന്നും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ വിമർശിക്കുകയും നിലപാടറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് CPMലെ ആൺ ആധിപത്യത്തെക്കുറിച്ച് തുറന്നടിച്ചുകൊണ്ട് ഇടത് നേതാവ് രംഗത്ത് വന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് CPM പാർട്ടിക്കുള്ളിൽ പുരുഷാധിപത്യമുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചത്. ഒപ്പം LDFലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചും MA ബേബി പറഞ്ഞു. CPMന് പവർ ഗ്രൂപ്പ് ഇല്ലെന്നും അതിന്റെ യഥാർത്ഥ ശക്തി ലഭിച്ചത് ലക്ഷക്കണക്കിന് പ്രവർത്തകരിൽ നിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ പോരാടുന്ന പാർട്ടിയിലും പുരുഷാധിപത്യമുണ്ട്. ഈ സമരത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും പോളിറ്റ് ബ്യൂറോയിൽ കയറിയത്. പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവണമെന്നും MA ബേബി പറഞ്ഞു. ഒപ്പം കുറ്റം ചെയ്തവരോട് ഒരു ദാക്ഷിണ്യവും LDF സർക്കാർ കാണിക്കില്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം വ്യക്തമാക്കി. സിനിമയിൽ വേണ്ടത് സകലരും ഉൾപ്പെടുന്ന സംഘടനകളാണ്, ഇടതുപക്ഷ സംഘടന എന്ന സമീപനമല്ല തനിക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടനും രാഷ്ട്രീയ നേതാവുമായ M മുകേഷ് ഉൾപ്പെട്ട ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയുടെ കൊല്ലം MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ പാർട്ടി നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നും MA ബേബി സൂചിപ്പിച്ചു. ഒരു വനിതാ അഭിനേതാവിന്റെ പ്രയത്നമാണ് മലയാള സിനിമാ വ്യവസായത്തിലെ പ്രശ്നങ്ങൾ മുന്നിൽ കൊണ്ടുവന്നത്. അതിന് താൻ അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. LDF കൺവീനർ സ്ഥാനത്തു നിന്നും EP ജയരാജനെ പുറത്താക്കിയതിൽ അതൃപ്തിയുണ്ടെന്ന് മാധ്യമങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ചതെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ മേഖലയിലുണ്ട് പുരുഷാധിപത്യം, ഒരു സംശയമില്ല. രാഷ്ട്രീയ മേഖലയിലുള്ള പുരുഷാധിപത്യത്തിന്റെ സ്വാധീനം എന്റെ പാർട്ടിയിലും കിടക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയെല്ലാം PBയിലുണ്ട്. കനക മുഖർജിയും വിമൽ രണദീവയും ഗൗരിയമ്മയും സുശീല ഗോപാലിനും ഒക്കെ ഉള്ളപ്പം ഗോദാവരി പരിലേക്കറും അഹല്യ രംഗനേക്കറും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ അവരെ ആരെയും അന്നത്തെ PBയിൽ എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം 2 സ്ത്രീകൾ വന്നു. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പാർട്ടിയുടെ എല്ലാ